രവി തേജ, പ്രിയ ഭവാനി ശങ്കർ പ്രധാന വേഷത്തിലെത്തുന്ന ഇരുമുടിക്കട്ട് അതിലെ യാലാലോ യാലാലോ സോങ് അവർ റിലീസ് ചെയ്തിട്ടുണ്ട്. നോക്കാം പാ. ജി വി പ്രകാശ് ആണ് എല്ലാത്തിലും മ്യൂസിക്. മൈത്രി മൂവി മേക്കേഴ്സ്, നവീൻ ഗർണേനി, മാസ് മഹാരാജ രവി തേജ. ഓ, ജി വി പ്രകാശ് എന്റെ ടൈറ്റിൽ കാർഡ് മാസ് മഹാരാജ. ശിവ നിർമ്മാണ ഫിലിം. ഫാമിലി ഓറിയന്റഡ് മൂവിയാണ് കേട്ടോ. ഓ, പീക്ക് ഫാമിലി. എസാം അബ്ദുൽ വഹാബാണ് പാടിയിരിക്കുന്നത് ആ പാട്ട്. കുറെ നാളുകൾക്ക് ശേഷമാണ് പുള്ളിക്കാരൻ ഫാമിലി പടം എടുക്കുന്നത്. സിംഗർ ഹഷാം അബ്ദുൽ വഹാബ്, സാദിക കെ ആർ. അതായത് കുറെ നാളുകൾക്ക് ശേഷമാണ് അത്. ഇത്രയും നാളും ഫുൾ മാസ്. ഇതിനു മുമ്പ് ആ ഫാമിലി പറയുന്ന പടങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും കുറെ ഈ സ്ഥിരമായിട്ടുള്ളത് ഈ മാസ് മസാല പടവും ഇടിയും വെടിയും അങ്ങനെ പുകയും ഡയലോഗുകളും. ഇത് ഒരു നോർമൽ ഫീൽ ഗുഡ് ഫാമിലി പടമാണ്. ഇനിയിപ്പം ഇതിന്റെ ഫസ്റ്റ് ഒരു ശബരിമല പോലത്തെ ഒരു പാട്ട് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പം ഇതുപോലെ തുടക്കത്തിലൊക്കെ വന്നിട്ട് അവസാനം എന്തെങ്കിലും മിസ്റ്ററിയും കാര്യങ്ങളൊക്കെ വരുമെന്നുള്ളത് കണ്ടു തന്നെ അറിയണം. പാട്ടൊരു സിമ്പിൾ പാട്ട്. അനന്ത ശ്രീറാമാണ് ലിറിക്സ്. എല്ലാവർക്കും ജി വി പ്രകാശ്. കൊറിയോഗ്രാഫറും ശിവ നിർമ്മാണമാണ് കേട്ടോ. ഡയറക്ടർ മൊത്തം ജി വി പ്രകാശ്. തെലുങ്കിലും തമിഴിലും പ്രവീൺ പുലിയാണ് ജനിച്ചത് കേട്ടോ. ചെറി സിഒ. മൈത്രി മൂവീസിന്റെ പ്രൊഡ്യൂസ്. മകളും അച്ഛനും തമ്മിലുള്ള ബന്ധത്തിന്റെ ഒരു പാട്ടാണ് കേട്ടോ. തെലുങ്ക് സോങ് ആണ് എനിക്ക്. ഈ ജീവിതം. സന്തുഷ്ടമായ ഒരു ഫാമിലി. മകള് മിക്കവാറും പോകുന്നതിന്റെ തോന്നുന്നത് കണ്ടിട്ട്, അല്ലെങ്കിൽ ഭാര്യ ആരെങ്കിലും ഒരാള് സിനിമയിലാണ്. മെയിൻ യാരോ ലാ 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 ലാ. പാട്ട് ഒരു സിമ്പിൾ പാട്ടാണ്. ഇനി ഈ പടം കണ്ടിട്ട് എനിക്ക് തോന്നുന്നു ഈ പാട്ട് കണ്ടു ഒരു സിമ്പിൾ പടമായിരിക്കും മെജോറിറ്റി വരാൻ സാധ്യത. പിന്നെ ഈ ക്ലൈമാക്സ് അല്ലെങ്കിൽ ഒരു പടത്തിന്റെ ആ ഒരു ആ ഒരു മെയിൻറ്റെയിൻ ചെയ്ത ആ ഒരു മാസ് പടം അല്ലാതെ സാധാരണ പടം എടുക്കാനാണ് ഉദ്ദേശമായിരുന്നെങ്കിൽ പടത്തിൽ ഈ ഫുൾ ഇങ്ങനെ ഒരു ഇത് തന്നെ പോകും. പിന്നെ ചെറിയൊരു വില്ലൻ വരും. അതുമായിട്ട് ബന്ധപ്പെട്ട് കഥ മുന്നോട്ട് പോകും. ഒരു ക്യൂട്ട് ഫാമിലി, ഒരു ഭാര്യ, ഒരു ഭർത്താവ്, ഒരു മകൾ, അങ്ങനത്തെ രീതിയിൽ പോകുന്ന ഒരു പടമായിരിക്കും. ആൻഡ് ഇതിന്റെ പാട്ട് റിലീസ് ചെയ്യുന്നതും പോസ്റ്റേഴ്സും എല്ലാം ഒരു ഫീൽ ഗുഡ് തന്നെയാണ് കാണിക്കുന്നത്. ഇനിയിപ്പോ മിസ്റ്റീരിയസ് ഒക്കെ ഉണ്ടോ എന്ന് കണ്ടറിയണം. അതുങ്ങളെ ഓടിച്ചു. ഓ, അമ്മ അറിയാതെ മദ്യം കുടിക്കുന്ന അച്ഛന് സഹായിക്കുന്ന മകൾ പിടിച്ചു. നോക്കി നോക്കി സ്നേഹമുള്ള മകളാണ്. ആ, പെണ്ണും ഫീമെയിൽ ഓർക്കലും ഉണ്ട് കേട്ടോ. അത് അച്ഛനും മകൾക്കുള്ളതായിരുന്നെങ്കിൽ ഇത് ഭർത്താവ് ഭാര്യയ്ക്കുള്ളതാണ്. പാട്ടൊക്കെ കേട്ടതുപോലെ ഒരു ഫീൽ. ഇടയ്ക്കിടയ്ക്ക് ഇപ്പൊ ജി വി പ്രകാശ് എക്സ്പോസ് ആവുന്നു എന്നൊരു തോന്നുന്നു.
തമിഴിൽ കേട്ടതുപോലെ ഒരു ഫീല്. ഓ മകൾ പുതിയ செயல்படுന്ന ആളുടെ ഡയറക്ഷൻ ടീമോ ഇത്രയും ഉണ്ടാ ഡയറക്ഷൻ ശിവ നിർമ്മാണ ഫിലിം ഓഗസ്റ്റ് 21 ഓഗസ്റ്റിന് എത്ര പടം ഇടാൻ പോകും. ഓഗസ്റ്റ് 21 ഈ ഇരുമണി കട്ട് സിനിമ. പാട്ടൊരു സിമ്പിൾ പാട്ട്, കേൾക്കാനും കൊള്ളാം, എടുത്തു പറയാൻ വലിയ ഇതൊന്നുമില്ല. ബട്ട് എന്നിരുന്നാലും തമിഴ് പാട്ടിലൂടെയോ ഒരു കേട്ടതുപോലെ ആ മ്യൂസിക്കും എന്ന് തോന്നുന്നു എനിക്ക് പേഴ്സണലി ആണ്. നിങ്ങൾക്ക് അങ്ങനെ തോന്നി പറഞ്ഞേക്ക്. അതിനിത് ടോട്ടലി രാജാവിനെ പോലെ മകള് തന്റെ അച്ഛനെ നോക്കുന്നു, റാണിയെ പോലെ മകളെ തന്റെ അച്ഛൻ നോക്കുന്നു, അതുപോലെ ഭാര്യയെയും റാണിയെ പോലെ തന്റെ ഭർത്താവ് നോക്കുന്നു. അതുപോലെ ഒരു ഫാമിലി ഒരു ഓറിയന്റഡ് പടമായിട്ടാണ് എനിക്ക് ടോട്ടലി ഫീൽ ചെയ്യുന്നത്. കാരണം ഇതിലെ ഫസ്റ്റ് സിംഗിൾ ആയിരുന്നാലും അതിന്റെ ഒരു പോസ്റ്റേഴ്സും ഗ്ലിംസും എല്ലാം റിലീസ് ചെയ്തൊക്കെ കാണിക്കുന്നു. അതാണ് ഒരു ഫാമിലി പടം തന്നെയാണ്. ഇനി അടുത്ത ക്ലൈമാക്സിൽ അല്ലെങ്കിൽ അടുത്ത എൻഡിൽ സിനിമ റിലീസ് ചെയ്യുമ്പോൾ ട്രെയിലറോ അല്ലെങ്കിൽ സിനിമ റിലീസ് ചെയ്യുമ്പോൾ അതിൽ വല്ല മിസ്റ്റീരിയസ് ആയിട്ടോ ഇൻവെസ്റ്റിഗേഷൻ ആയിട്ടോ കാര്യങ്ങളോ അല്ലെങ്കിൽ സസ്പെൻസോ ഉണ്ടെങ്കിൽ അത് അറിയാനുള്ളൂ. കാരണം ഇതുവരെ ഉള്ളതിൽ ഒരു ഫീൽ ഗുഡ് ഒരു പടം പോലെ, എന്റർടൈനറും അല്ല, ഒരു ഫീൽ ഗുഡ് പടം, ടോട്ടലി ഒരു ഫീൽ ഗുഡ് ഫാമിലി പടം, ഫാമിലി ഡ്രാമ. അതായത് ഇപ്പൊ തന്നെ ഒരു ക്യൂട്ട് ഒരു ഹ്യൂമർ ഉണ്ട്. എന്താന്ന് വെച്ചാൽ അച്ഛൻ കള്ളോടിക്കുമ്പോ മകള് അമ്മയെ കാണാതെ അടിച്ചു എന്ന് പറയുന്ന ആ ഒരു സീൻ, ഇതൊക്കെ അതായത് ആ ഒരു സിറ്റുവേഷണൽ കോമഡി ആയിട്ട് കരുതി. അത് എൻകറേജ് ചെയ്യണമെന്നല്ല, ഒരു സിറ്റുവേഷണൽ ഹ്യൂമർ ആയിട്ട് കരുതി. കാരണം റിയൽ ലൈഫിൽ ഇങ്ങനെ നടക്കാറുള്ളതാണ് ചില വീട്ടിലുകളിലൊക്കെ. നമ്മൾ സിനിമയിലും ഒരുപാട് ഇതൊക്കെ കണ്ടതാണ്. ടോട്ടലി പാട്ട് ഒരു നൈസ് പാട്ട് തന്നെയാണ്, സിമ്പിൾ പാട്ട്. ഹെഷാം അബ്ദുൽ വഹാബ് മലയാളിയായ പുള്ളിക്കാരനാണ് പാടിയിരിക്കുന്നത്. ജി വി പ്രകാശ് മ്യൂസിക്കലാണ്. ആൻഡ് എവിടെ നോക്കിയാലും ജി വി പ്രകാശ്, മലയാളം, തമിഴ്, തെലുങ്ക്, പിന്നെ ആന്തം, പ്രൊമോഷൻ, എല്ലായിടത്തും ജി വി പ്രകാശ്.